hello. Welcome back to Crafts of Her. ക്രാഫ്റ്റ്സ് ഓഫ് ഹെയർ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ ഇവിടെ ഒരു പുതിയ ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചാനൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ലൈക്ക് ഒരു 4 months ആവുന്നേ ഉള്ളൂ. ഐ സ്റ്റാർട്ടഡ് ദിസ് ഓൺ April 4th. ആക്ച്വലി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ഒരു 2 വർഷം കണ്ടായി. ഞാൻ അങ്ങനെ പോസ്റ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ദെൻ ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ലായിരുന്നു. ഇന്ന് നമ്മളുടെ ചാനലിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ദാറ്റ് ഇസ് 18th July. നമ്മളുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഇസ് 555. ഓക്കെ, സോ ഇത്രയും പേർക്ക് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും മേ ബി എൻ്റെ പേര് ഫെമിലിയർ ആയിരിക്കില്ല. സോ ഐ ആം പൂജ. സോ ഐ ആം ഹാവിങ് ദിസ് ചാനൽ ക്രാഫ്റ്റ്സ് ഓഫ് ഹർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാഫ്റ്റ്സ് ചെയ്യാൻ, ഇതേപോലത്തെ പുതിയ പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കുക, DIY ചെയ്യുക, എന്നിട്ട് ആ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. സോ ഐ ഓൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ്. ഓക്കെ, സോ ഞാൻ കോളേജിൽ പഠിക്കുമ്പം ഞാൻ കൊറോണ ആ ഒരു സമയത്താണ് ഞാൻ കോളേജിൽ കയറുന്നത്. സോ ആ സമയം തൊട്ടേ എനിക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് ചാനൽ തുടങ്ങണം. ബിക്കോസ് വെനെവർ ഐ സ്റ്റാർട്ട് എ യൂട്യൂബ് എനിക്ക് ക്രാഫ്റ്റ് ചാനൽ തുടങ്ങണം എന്നായിരുന്നു. ബിക്കോസ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ലവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേപ്പർ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കും. സോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ക്രാഫ്റ്റ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷെ ആ സമയത്ത് യൂട്യൂബ് എന്താ പറയാ തുടങ്ങി വരുന്നതേ ഉള്ളൂ ആൾക്കാര്. ലൈക്ക് നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ പല ഫാക്ടേഴ്സ് കാരണം, ഈ പറയുന്ന പഠിത്തം, കോളേജ്, അതൊക്കെ കാരണം യൂട്യൂബും കൂടെ തുടങ്ങി കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ യൂട്യൂബും സ്റ്റാർട്ട് ചെയ്യാണ്ടിരുന്നത്. എന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരെണ്ണം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പുറകെ പോകും. ആ സമയത്തൊന്നും എനിക്ക് മൾട്ടി ടാസ്കിങ് ഭയങ്കരമായിട്ട് പറ്റത്തില്ല. മൾട്ടി ടാസ്കിങ് ഇൻ ദ സെൻസ്, ഇപ്പൊ ഈ ക്രാഫ്റ്റ്സ് ഒക്കെ പഠിത്തത്തിനെക്കാട്ടി ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പഠിത്തം മോശമായി പോവോ എന്നുള്ളൊരു പേടി കാരണമായിരിക്കാം നമ്മളുടെ പേരൻസ് അധികം അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഇപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞു, ഞാൻ ഒരു വർക്കിന് കയറി. സോ ഇപ്പൊ എനിക്ക് ടൈമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും വൈകിക്കണ്ട, ക്രാഫ്റ്റ് ചാനലൊക്കെ തുടങ്ങാം. വൈകിക്കണ്ട, ക്രാഫ്റ്റ് ചാനലൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് കുറച്ച് വൈകി പോയോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇഷ്ടംമാതിരി ക്രാഫ്റ്റ് പേജസ് ഉണ്ട്, എല്ലാവരും ഭയങ്കര ക്രിയേറ്റീവ് ആൻഡ് ടാലന്റഡ് ആണ്. സോ ഈ ഒരു നിഷ് ഇങ്ങനെ എന്താ പറയാ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയാ പല പല ആൾക്കാർ, ഈവൻ ഫോറിൻ ചാനൽസ് ആയിക്കോട്ടെ, നമ്മളുടെ ഇന്ത്യൻ ചാനൽസ് ആയിക്കോട്ടെ, റീജിയണൽ ചാനൽസ് വരെ ഉണ്ട് ഇപ്പം ഈ ക്രാഫ്റ്റ് റിലേറ്റഡ്. നമ്മുടെ കടൽ ക്ലൗഡ്, അയ്യോ ഐ എം എ ബിഗ് ഫാൻ ഓഫ് കടൽ ക്ലൗഡ്. എനിക്ക് എന്താ പറയാ ആര്യ അങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ പ്രൗഡാണ്. കാരണം ആളുടെ ആ ഒരു ഡെഡിക്കേഷൻ, ഈ ഒരു യങ് ഏജിൽ തന്നെ സ്വന്തം യൂട്യൂബ് ബിൽഡ് ചെയ്യുക, ഐ മീൻ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ആൻഡ് ഷീ ഈസ് ഏർണിംഗ് ഫ്രം ഇറ്റ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഈവൻ സീക്രട്ട് സ്റ്റാറി നൈറ്റ്, സ്നേഹ, അവരുടെയൊക്കെ ചാനലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനൊക്കെ വന്നിരിക്കുമ്പോൾ മൈ വേ ഓഫ് കാമിങ് ഡൗൺ ഓർ കൂളിംഗ് ഡൗൺ ഇങ്ങനത്തെ ചാനൽസ് കാണുകയാണ്. സോ അവരുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് മേഡ് മീ സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനൽ എന്നും തുടങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മള് എല്ലാരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. പക്ഷെ ആ ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു റൈറ്റ് ടൈം വരില്ല, നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റൈറ്റ് ടൈം. ഞാൻ ഡിഗ്രി UG പഠിച്ചു. UG പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വർക്ക് ചെയ്യാണ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ബിക്കോസ് എൻ്റെ എല്ലാ പഠിത്ത പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഈ പറയുന്ന പോലെ ഒരു റൈറ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പൊ റൈറ്റ് ടൈം ആണോ ചോദിച്ചാൽ ഫോർ മീ ഇറ്റ്സ് എ റൈറ്റ് ടൈം. പക്ഷെ എന്നാലും ഞാൻ ചില സമയത്ത് ആലോചിക്കും എന്റെ റൈറ്റ് ടൈം ആയപ്പോഴത്തേക്കും ഇതൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആവോ, അല്ലെങ്കിൽ ഇപ്പൊ കുറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ആരോ എവിടെയോ പറയുന്ന പോലെ ഇറ്റ്സ് ബെറ്റർ ടു ട്രൈ ആൻഡ് ഫെയിൽ റാദർ ദാൻ നോട്ട് ട്രൈ, അങ്ങനെ എന്തോ ആണ്. സോ ആദ്യം ഞാൻ ഈ പിഞ്ച് ഓഫ് ഹെർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആണ് തുടങ്ങിയത്. സോ ദാറ്റ്സ് എനിക്ക് തോന്നുന്നു ഞാൻ UG ഫസ്റ്റ് ഇയർ എങ്ങാണ്ട് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാനത് തുടങ്ങുന്നത്. എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫിലിം ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പേജ് ആയിരുന്നു പിഞ്ച് ഓഫ് ഹെർ എന്ന് പറയുന്നത്. സോ പിഞ്ച് ഓഫ് ഹെർ എന്നുള്ള പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പിഞ്ച് ഓഫ് സോൾട്ട് എന്നൊക്കെ പറയുന്ന പോലെ പിഞ്ച് ഓഫ് മൈ ഹാർട്ട്, അതാണ് പിഞ്ച് ഓഫ് ഹെർ എന്ന് ഉദ്ദേശിച്ചത്.
അതിനകത്ത് ഈ പറയുന്ന പോലെ ഫോളോവേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കൂല. വെറുതെ റാൻഡം ആയിട്ടുള്ള നമ്മൾ ഒരു ഡിജിറ്റൽ ഡയറി എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആ പേജ് തുടങ്ങിയത്. സോ മൈ ഫ്രണ്ട്സ് യൂസ് ടു സേ നല്ലതാണ്, കീപ് പോസ്റ്റിംഗ്, നല്ലതാ, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൂസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കണ്ടന്റ് ഇടും. അത് ഈ പറയുന്ന സ്കൂളിൽ, ഐ മീൻ കോളേജിലൊക്കെ പോയി പഠിത്തം എക്സാംസിന്റെ ഒക്കെ ബിസി ആകുമ്പോഴത്തേക്കും പിന്നെയും നിർത്തും. ബട്ട് ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ അതും ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ ക്രാഫ്റ്റ് പേജും തുടങ്ങിയത് ആൻഡ് ക്രാഫ്റ്റ് ചാനൽ യൂട്യൂബും തുടങ്ങിയത്. നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ DIY, പിന്നെന്താ ചെറിയ ഹോം ഡെക്കോർ, ക്ലേ മോഡലിംഗ്, പെയിന്റിങ്, പിന്നെ പുതിയ ഹോബീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ പല പരിപാടികളും നമ്മൾ ക്രാഫ്റ്റ്സ് ഓഫ് ഹെർ ഇൻസ്റ്റഗ്രാം പേജിലായാലും നമ്മൾ യൂട്യൂബിലും ഇടുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഈ ക്രാഫ്റ്റ്സിനോടൊക്കെ എങ്ങനെ ഇഷ്ടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിംഗിൾ ചൈൽഡ്. ഓക്കെ, അപ്പം അറിയാലോ, ഒറ്റക്കുട്ടി ആകുമ്പോഴത്തേക്ക് അങ്ങനെ അധികം മിണ്ടാനും കളിക്കാനൊന്നും ആരും ഉണ്ടാവാറില്ല. സോ ഇങ്ങനെ ബോറടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല പരിപാടികളും നോക്കും. ഈ പറയുന്ന പെയിന്റിങ്, ക്രാഫ്റ്റ്സ്, ഒറിഗാമി, ഇൻസ്ട്രുമെന്റ്സ്, ഡാൻസ്, പാട്ട്, ഇങ്ങനത്തെ പല പരിപാടിയിലും ഞാൻ ഇങ്ങനെ കൈവച്ച് പോയിട്ടുണ്ട്. സോ ഈ പറയുന്ന പോലെ അന്നും കൺസിസ്റ്റൻസി ഒരു ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നു എന്നെ ഈ ഡ്രോയിങ് ക്ലാസ്സിൽ വിട്ടിട്ടുണ്ട്. അത് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നിർത്തി. പിന്നെ പാട്ട് പഠിക്കാൻ കുറച്ച് മാസം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് നിർത്തി. പിന്നെ ഡാൻസ് ക്ലാസ്സിൽ പോയി. ക്ലാസിക്കൽ ഡാൻസ് എനിക്ക് എന്തോ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് നിർത്തി. അങ്ങനെ എന്താ പോയ ഈവൻ വയലിൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വയലിൻ പഠിക്കാൻ പോയത്. കാരണം എൻ്റെ അമ്മയ്ക്ക് വയലിൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ വയലിൻ പഠിക്കാൻ പോയി. പക്ഷെ അതും അൺഫോർച്ചുനേറ്റ്ലി നിർത്തേണ്ടി വന്നു. എക്സാം 10th പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ പോയത്. സോ 10th ഒക്കെ എക്സാം വന്നപ്പോഴത്തേക്കും അത് നിർത്തി. വയലിൻ ഈ പറയുന്ന പോലെ ക്ലാസിക്കലും പോയി, വെസ്റ്റേണും പോയി, എന്നിട്ട് രണ്ടും നിർത്തി. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പോ എനിക്ക് തോന്നുന്നു ഏതോ മൂലയിൽ ഇരിപ്പുണ്ട്. ആൻഡ് ദെൻ എനിക്കിപ്പോ ഒരു ഉക്കിലേലി ഉണ്ട്. ആ യുക്കിലേലി ആണെങ്കിലും ഇതന്നെ കുറച്ച് ദിവസമായിട്ട് പുറകെ നടന്നു. പിന്നെ അത് പിന്നെയും അത് തൂക്കിയിട്ട്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ കൊച്ചിലിങ്ങനെ നമ്മൾ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും നോക്കിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിയായിരുന്നു ഈ പറയുന്ന ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പേപ്പർ വെച്ച് ഓരോന്ന് ചെയ്യുക, പെയിന്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ. ആൻഡ് ഐ യൂസ് ടു എൻജോയ് ഇറ്റ്. നീ പറയുന്ന പോലെ സമയം പോണതേ അറിയാത്തൊരു പരിപാടിയാണ് ഈ ക്രാഫ്റ്റ്സ്. പിന്നെ ഈ എന്താ പറയുക, നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും പിന്നെ ഇതെല്ലാം ഒന്ന് സൈഡായി പോവല്ലോ. അപ്പോ ഞാൻ എന്താ പറയാ, ഈവൻ എന്റെ ഫ്രണ്ട്സിനായാലും ഞാനിങ്ങനെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കും. കാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സോ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സന്തോഷം, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് വേറൊരു സന്തോഷം. ആ ഗിഫ്റ്റ് കൊടുക്കുമ്പം അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു ചിരി കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സന്തോഷമല്ലേ. സോ ബേസിക്കലി ക്രാഫ്റ്റ് ഈസ് ഇക്വൽ ടു സന്തോഷം. ആൻഡ് ഈവൻ ഞാനിപ്പോ PG ചെയ്തപ്പോ എന്റെ കോളേജിൽ ഞാൻ ഈ പറയുന്ന പോലെ ക്ലാസ് റൂമിൽ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി കൊണ്ടുപോവുക. ലൈക്ക് നമുക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റുന്ന ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി കൊണ്ടുപോവുക. പിന്നെ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന് ഭയങ്കര എന്താ പറയാ, ക്ലോസ് ഫ്രണ്ട്സിന് എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേക്കോ എന്തെങ്കിലും ഗിഫ്റ്റ്സോ ഫ്ലവേഴ്സോ കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ഓൾസോ എന്റെ കോളേജിലെ ഫ്രണ്ട്സിനായാലും ദേ നോ ഐ എം വെരി മച്ച് ഒബ്സസ്ഡ് വിത്ത് ക്രാഫ്റ്റ്സ്. അപ്പോ ഈ എന്താ പറയാ, ചിലപ്പോ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വല്ല ബോറിംഗ് ലെക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ ബാക്കി ഇരുന്ന് ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവിടെ മതിലൊക്കെ ഒട്ടിച്ചു വെക്കും. ഈ പേപ്പർ ബട്ടർഫ്ലൈസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ചുമ്മാ റാൻഡം ആയിട്ടൊന്നും ഉണ്ടാക്കി ഒന്നും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കും. അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോ എനിക്ക് എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്തെങ്കിലും എനിക്ക് ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഇതേപോലെ ക്രാഫ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ DIY സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേജ് അല്ലെങ്കിൽ അതൊക്കെ ഇടാനുള്ള ഒരു പേജ് എന്നുള്ളൊരു തോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് ദി ഓൺലി തിങ് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഐ വുഡ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. രസല്ലേ ഇതൊക്കെ. AI വന്ന് എന്തൊക്കെ ചെയ്താലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ AI എടുക്കൂല, ഉറപ്പാ. ഇപ്പം എന്താ പറയാ, എഴുതാൻ ഇപ്പൊ AI ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഇതിന് AI ആ. സോ പക്ഷേ നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ കിട്ടുമ്പോൾ ഒരു സുഖം, അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു സുഖം AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പം ദിസ് വിൽ ബി ദെയർ ഫോർ എവർ, ഐ ബിലീവ്. ഈ AI വന്നാലും എന്ത് വന്നാലും നമ്മുടെ ടോപ്പിക്കിൽ നിന്നൊക്കെ തെന്നിപ്പോയി, നമ്മുടെ ടോപ്പിക്കിൽ നിന്നൊക്കെ തെന്നി മാറിപ്പോയി, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ജോയ് ഓഫ് ക്രാഫ്റ്റിംഗ് വിൽ ഓൾവേസ് ബി ദെയർ. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ഞാൻ പല യൂട്യൂബേഴ്സിന്റെ ക്രാഫ്റ്റ് നോക്കി ചെയ്യാറുണ്ട്. സോ അവരുടെ ക്രാഫ്റ്റ് നോക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം വേറെ. പിന്നെന്താ, നമ്മള്
എന്ത് ചെറിയ സാധനം ആയിക്കോട്ടെ നമുക്കത് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സന്തോഷം വേറെ. അതൊക്കെ പോട്ടെ. ഓക്കെ, അപ്പോ നമ്മളുടെ ചാനലില് ഈ പറയുന്ന പോലെ ആക്ച്വലി ഇതിപ്പോ എത്ര പേര് കാണുന്ന പോലെ അറിയില്ല. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നത് ആകെ 4 മിനിറ്റ് എങ്ങാണ്ടുള്ളൂ. സോ ബേസിക്കലി ഞാൻ എന്താ ഒരു സൺഡേ റൊമാൻറ്റിസൈസ് ചെയ്തിടാന്ന് ഇട്ടതാണ്. പക്ഷെ സൺഡേ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടപ്പോഴത്തേക്കും അത് വൺ ഡേ ആയി പോയി. ലാക്ക് ഓഫ് പ്ലാനിങ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്റെ അതിനകത്ത് ആകെ കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോ ടുഡേസ് 18th ജൂലൈ. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കഴിഞ്ഞ മൺഡേ ഒരു 7-7:30 എങ്ങാണ്ട് ഇട്ടതാണേ. ഇപ്പൊ ഒരു 40 വ്യൂസ് എങ്ങാണ്ട് ഉണ്ട് അതിനകത്ത്. 40 വ്യൂസ്. അതിനകത്തൊരു കമന്റ് വന്നു, ചേച്ചി ഇങ്ങനെ വോയിസ് ഓവർ കുറച്ചും കൂടെ രസമായിരിക്കും കേട്ടിരിക്കാൻ, മ്യൂസിക് മാത്രമാകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ ഐ ആം ഓൾസോ ഇൻ മൈ ലേണിംഗ് പ്രോസസ്. അപ്പം ആ കുട്ടിയുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഞാനിപ്പം എന്താ ആലോചിച്ചു ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ ഇടാം. കാരണം എന്തായാലും എന്നെ ആർക്കും അറിയാൻ പാടില്ല. സോ ഐ ക്യാൻ മേക്ക് ദിസ് വീഡിയോ അബൌട്ട് മീ, ഹൂ ആം ഐ എന്നൊക്കെ വെച്ചിട്ട് ഐ ക്യാൻ മേക്ക് എ പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ വീഡിയോ. അപ്പം കുറച്ച് ആൾക്കാർക്ക് എന്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പം അറിയാം ഞാൻ ആരാ, ഏതാ, എന്താന്നൊക്കെ അറിയാലോ. സോ ബേസിക്കലി ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നോണ്ട് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ആയിരിക്കും എത്തുക. സോ എനിക്ക് മിക്ക ദിവസങ്ങളും ഈ പറയുന്ന പോലെ കൺസിസ്റ്റന്റ് ആവണം എന്ന് വിചാരിച്ചാൽ പോലും ഈ ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല. ചിലപ്പോൾ ഞാൻ വീടെത്തുമ്പോൾ 8:30, 9 ഒക്കെ ആവും. പിന്നെ ഡിന്നർ എല്ലാം കഴിച്ച് ഇങ്ങനെ ടയേർഡ് ആവും. പിന്നെ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നത് 1:30, 2. സോ അങ്ങനെ ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങുമ്പോൾ എനിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. ഉറക്കം മര്യാദയ്ക്ക് ശരിയാവാത്തപ്പോൾ നമുക്ക് അതിൻ്റെതായ ഫ്രസ്ട്രേഷനും പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഉറങ്ങാൻ. എനിക്ക് കുറച്ച് സമയം വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉറങ്ങിപ്പോ. എവിടെയെങ്കിലുമൊക്കെ കുറച്ചു നേരം ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോ. അത്രയും എന്താ പറയാ ഇഷ്ടമാണ് ഉറങ്ങാൻ. സോ അപ്പോ എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ ഭയങ്കര ടയർഡായിട്ട് വരും. എന്നിട്ട് ഉറങ്ങാണ്ടിരുന്ന ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും ടയേർഡൊക്കെ ആയിപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു ഭയങ്കര പ്ലാനിങ് ആയിട്ട് ഓരോന്നൊക്കെ തുടങ്ങി. അപ്പോ ഇതൊക്കെയാണ് ഞാനും എന്റെ ക്രാഫ്റ്റ്സിനോടുള്ള ഇഷ്ടവും പിന്നെ ഈ ഒരു ചാനലിന്റെ പുറകിലുള്ള സ്റ്റോറിയൊക്കെയാണ് നമ്മള് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോ ക്രാഫ്റ്റ്സ്, DIY അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ക്രാഫ്റ്റ്സ് ഓഫ് ഹെർ പേജ് ഇൻ ഇൻസ്റ്റഗ്രാം. ആൻഡ് ഓൾസോ എന്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഔട്ട്ഫിറ്റ് ഇൻസ്പോസ് അങ്ങനത്തെ കുറച്ച് ഫണ്ണി വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഫോളോ പിഞ്ച് ഓഫ് ഹെർ. സോ എന്റെ ക്രാഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ഫോളോ മൈ പേജ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. Until next week. Bye.